മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഒറ്റപ്പെട്ട് PMS സലാം. പരാമർശത്തിൽ സലാമിനെ തള്ളിയ ലീഗ് നേതൃത്വം വ്യക്തി അധിക്ഷേപം പാടില്ല എന്ന നിലപാടിലാണ്. സലാമിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് CPM തീരുമാനം. ഇനിയും അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന വിഭ്രാന്തി മൂലമാണ് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്നതെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇൻചാർജ് E. ജയൻ പ്രതികരിച്ചു. കേരളത്തിൽ ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാനുള്ള ഹൈന്ദവത്വം പ്രചരിപ്പിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ ആലോചിക്കണം. അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എതിർക്കുന്നു. എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഒരു വനിത, നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല. 10,000 കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മമതാജി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളെ കുട്ടികൾ ഇത് പഠിക്കേണ്ടി വരും. വികലമായ ചരിത്രം, തെറ്റായ ചരിത്രം, ഭാഷകൾ മാറ്റിവെക്കുകയാണ്. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട, ആകെ സംസ്കൃതവും ഹിന്ദിയും പഠിച്ചാൽ മതി എന്നുള്ളിടത്തേക്ക് വരികയാണ്. പിഞ്ചു പ്രായത്തിൽ ചെറിയ കുട്ടികളെ പോലും അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അറിയാത്തൊരു വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇന്നലെ PMS സലാം നടത്തിയ വിവാദപരമായ പരാമർശമാണ് ഇപ്പോൾ കേട്ടത്. പക്ഷേ ലീഗ് നേതൃത്വം PMS സലാമിനെ തള്ളിയിരിക്കുന്നു എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. പാണക്കാട് തങ്ങളും ആ നിലപാടാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇനിയും അധികാരത്തിൽ എത്താൻ പറ്റില്ല എന്ന വിഭ്രാന്തി കൊണ്ടാണ് സലാം ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നതെന്നാണ് CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇൻചാർജ് E. ജയൻ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. PMS സലാമിന്റെ പ്രതികരണത്തെ കേരളത്തിലെ പൊതുസമൂഹം അപലപിച്ചു കഴിഞ്ഞു. ഏറ്റവും സ്ത്രീവിരുദ്ധമായ, നമ്മുടെ നാടിന്, പുതിയ കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പരാമർശമാണിത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ അസഹിഷ്ണുതയാണ്. ഇനി ഒരിക്കൽ പോലും തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റില്ല. കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്നിടത്തോളം കാലം അത് മുന്നോട്ട് പോലും അസാധ്യമാണ് എന്ന് കണ്ടതിൽ നിന്നുള്ള വിഭ്രാന്തിയാണ് യഥാർത്ഥത്തിൽ PMS സലാമിനെ കൊണ്ട് ഇത് പറയിക്കുന്നത്. അപ്പൊ വ്യക്തിപരമായി അധിക്ഷേപിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാവുമോ എന്ന പരീക്ഷണമാണ് ഇവർ നടത്തുന്നത്. അത് അവസാനത്തെ കളിയാണ്. തീവ്രമായ വർഗീയത പടർത്താനും ഏകീകരണങ്ങൾ ഉണ്ടാക്കാനും, മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാനും മതപരമായ ഏകീകരണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് പൂർണ്ണമായും മലപ്പുറം ജില്ല തള്ളിക്കളയും. മലപ്പുറം ജില്ലയുടെ പാരമ്പര്യവും സംസ്കാരവും ഇതല്ല. ഇത് പൂർണ്ണമായും മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ തള്ളിക്കളയും, കേരളീയ പൊതുസമൂഹം തള്ളിക്കളയും. ഇതിനെതിരായിട്ട് വ്യാപകമായ പ്രതിഷേധം ജില്ലക്കകത്ത് ഉയർന്നു വരുമെന്നാണ് CPIM പറയാനുള്ളത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, പറഞ്ഞതിൽ ഒരുപക്ഷെ PMS സലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണോ? പ്രത്യേകിച്ച് ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് പാണക്കാട് തങ്ങളടക്കമുള്ളവർ അതിൽ ഇനി ഒരു പിന്തുണ കൊടുക്കണ്ട എന്നൊരു നിലപാടിലേക്ക് കടക്കുമ്പോൾ CPM അതൊരു പ്രതിഷേധ പരമ്പരയിലേക്ക് കടക്കും എന്നുള്ളൊരു ആഹ്വാനം നടക്കുമ്പോൾ ഏത് തരത്തിലേക്കാണ് ആ വിവാദ പരാമർശം കടക്കുന്നത്? PMS സലാമിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ലീഗ് നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട്. രാഷ്ട്രീയമായ വിമർശനങ്ങൾ, ഒരു വിഷയത്തിന്റെ മുകളിൽ വിഷയാധിഷ്ഠിതമായ വിമർശനങ്ങൾ, അതെല്ലാം തന്നെ സ്വാഭാവികമാണെങ്കിലും അതൊരു വ്യക്തി അധിക്ഷേപത്തിലേക്കോ അത്തരത്തിലുള്ള അപമാനിക്കുന്ന തരത്തിലേക്കോ പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. അല്പസമയത്തിനകം PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ലീഗിന്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാദ്യമായിട്ടല്ല PMS സലാമിന്റെ വാക്കുകൾ ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാവിട്ട വാക്കുകൾ ഒരു ലീഗിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വികാരമായി മാറിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് LDFനെ പ്രതിരോധത്തിലാക്കാൻ കത്തുന്ന ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്താണ് പിണറായി വിജയന് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിന് തന്നെ ഇപ്പോൾ തലവേദനയായിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതിനെതിരെ CPMന്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട്.
CPM-ന്റെ പ്രാദേശിക തലം മുതൽ ഇതിനെതിരെ പ്രതിഷേധം നടത്തുമെന്നായിരുന്നു ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞത്. ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ഇ ജയനും സമാനമായിട്ടുള്ള അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ PMA സലാമിന്റെ അധിക്ഷേപ പ്രസംഗത്തോട് വലിയ വിമർശനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉയരുമ്പോൾ അതിനെ ഒട്ടും തന്നെ അംഗീകരിക്കാതെ സലാമിന്റെ വാക്കുകൾ തള്ളിക്കളയാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറെടുക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. സലാമിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം പ്രസ്താവന പുറത്തിറക്കുമോ എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതാണ് ലീഗ് നേതൃത്വത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ ഒരു ഘട്ടത്തിൽ സലാമിന്റെ ഇന്നലത്തെ അധിക്ഷേപ പ്രസംഗമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും അറിയാൻ കഴിയുന്ന കാര്യം. റൈറ്റ്, CV അനുമോദ്.